ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഭയായി നോമ്പിൽ നാം ആയിരിക്കുന്നുവല്ലോ. എന്താണ് നോമ്പ്? കേവലം ഒരു ആചാരമാക്കാതെ മറ്റുള്ളവരെക്കാൾ നാം വിശുദ്ധരാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ തെളിവിന് അപ്പുറമായി നോമ്പ് ഒരു ധാർമ്മികതയാണ്. നോമ്പ് ഒരു രാഷ്ട്രീയമാണ്. അത് വ്യക്തമാക്കുന്ന വേദഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ അധികാരികൾ പാവങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന പ്രവർത്തനം നടപ്പാക്കി. സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിൽ ഉള്ളവർ കച്ചവട, രാഷ്ട്രീയ, കാർഷിക മേഖലകളെ നിയന്ത്രിക്കുകയും പാവങ്ങളെ വിഭവങ്ങളിൽ നിന്നുള്ള അധികാരങ്ങൾ നിഷേധിച്ച് തൽഫലമായി അവർ കടം വാങ്ങി അവ തീർക്കുവാൻ കഴിവില്ലാതെ അടിമകളായി മാറ്റപ്പെട്ടു. വിധവമാരുടെയും പരദേശികളുടെയും ജീവിതം ദുഷ്കരമാക്കപ്പെട്ടു. ഇതൊന്നും മത നേതൃത്വത്തിന് യാതൊരുവിധമായ പ്രശ്നം ആയി തോന്നിയിരുന്നില്ല. മാത്രമല്ല, ഈ അഴിമതിയും അനീതിയും സമൂഹത്തിൽ നടക്കുമ്പോൾ അത് നൽകിയ വിശേഷ അധികാരങ്ങൾ അവർ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ആത്മീക ശൂന്യത നികത്തുവാൻ അവർ പഠിപ്പിച്ചത് നോമ്പിൻ്റെയും ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും മാറ്റ് വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ദൈവം ചോദിക്കുന്നു, ഇതാണോ ഞാൻ ആഗ്രഹിക്കുന്ന നോമ്പ്? ദൈവം ചോദിക്കുകയാണ്, യു ഫാസ്റ്റ് ബട്ട് യു ഒപ്രസ്, യു പ്രേ ബട്ട് യു പ്രാക്ടീസ് ഫോർ ജസ്റ്റിസ്, യു സിംഗ് ടു പ്രൈസ് ബട്ട് ഹാസ് യു ചേഞ്ച് ടു കറക്ഷൻ. ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്ന നോമ്പ്. ദൈവം ആഗ്രഹിക്കുന്നത് നീതിയുടെ സ്നേഹത്തിലേക്കുള്ള മാർഗത്തിലേക്കുള്ള മടങ്ങി വരവിനുള്ളതായ ആചരണമാണ്. സഭ, കുടുംബ, വ്യക്തി ജീവിതത്തിൽ നീതിയും സ്നേഹവും ഒക്കെ പടിയിറങ്ങിപ്പോയിട്ട് എത്രയോ കാലമായി. നാം ആത്മശോധന ചെയ്യേണ്ടുന്നതായ നിമിഷങ്ങളാണ് ഇവയൊക്കെ. എന്താണ് നോമ്പ്? പ്രവാചകന്റെ പുസ്തകം 58 അധ്യായത്തിൽ 6 വാക്യത്തിൽ പറയുകയാണ്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, പീഡിതന് സ്വാതന്ത്ര്യം നൽകുക എന്നതാണ്. മറ്റുള്ള വ്യക്തികളുടെ വ്യക്തിത്വം, അന്തസ്സ്, അവരുടെ സത്വം, ഇതിനെയൊക്കെയും നിഷേധിച്ചിട്ട് എന്ത് നോമ്പിനെ കുറിച്ചാണ് നാം പ്രാർത്ഥിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് നാം പ്രസംഗിക്കുന്നത്? വിശക്കുന്നവന് അപ്പം നൽകുന്നതാണ് നോമ്പ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പട്ടിണി കിടക്കുകയല്ല, മറ്റുള്ളവന്റെ പട്ടിണി അകറ്റുന്നതാകണം. ദാഹിക്കുന്നവന് ജലം നൽകുന്നതാകണം. നഗ്നനെ ഉടുപ്പിക്കുന്നതാകണം എൻ്റെ നിങ്ങളുടെയും നോമ്പ്. അങ്ങനെയെങ്കിൽ ലെറ്റ് ഈസ് നോട്ട് entertain to God. ചിലതിനെയൊക്കെയും വർജിക്കേണ്ടിയിരിക്കുന്നു. അധികാര വികേന്ദ്രീകരണത്തിലുള്ളതായ അധികാര മോഹത്തെ നാം വർജിക്കണം. സ്ഥാനലബ്ധിയിലുള്ളതായ സ്ഥാനമോഹങ്ങൾ നാം വർജിക്കണം. പണത്തോടുള്ളതായ നമ്മുടെ അമിതമായ ആസക്തി നാം വർജിക്കണം. ചൂഷണം ചെയ്യപ്പെടുന്നതായ സാഹചര്യങ്ങളിൽ ചൂഷണത്തെ നാം വർജിക്കണം. വെറുപ്പിനെയും അടിച്ചമർത്തലിനെയും നാം വർജിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ വർജനം മാത്രമല്ല, ചില ആർജവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നീതിയും കാരുണ്യവും വിനയവും എളിമയും മാറ്റങ്ങളും ആതിഥ്യവും സത്യത്തിൻ്റെ പരിചയം നാം ആർജിക്കേണ്ടിയിരിക്കുന്നു. ഇവയായിരുന്നു യേശുവിൻ്റെ രാഷ്ട്രീയം. ദൈവിക രാജ്യത്തിൻ്റെ ധാർമ്മികതയും അതായിരുന്നു. ഇപ്രകാരം ഒരു നോമ്പ് സാധ്യമാകുമോ? ഈ നാളുകളിൽ സാധ്യമാകട്ടെ.
അതിന് സാധിച്ചില്ല എങ്കിൽ ദൈവം പറയും നമ്മുടെ നോമ്പ്, ഉത്സവം, ആചാരം, അനുഷ്ഠാനങ്ങൾ ഒക്കെ വിഫല ശ്രമങ്ങൾ ആയിരുന്നു എന്ന്. ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ, ഒന്നുമില്ലാതെ ഒരു നല്ല സഭയ്ക്ക്, ഒരു സമൂഹത്തിന്, നല്ലൊരു കുടുംബത്തിന് അക്രമങ്ങളും അനീതികളും അടിച്ചമർത്തലുമില്ലാത്ത നല്ലൊരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. അതാണ് നല്ല ഒരു നോമ്പ്. ദൈവം നമ്മെ എല്ലാവരെയും അതിനായി ബലപ്പെടുത്തട്ടെ.